എല്ലാവർക്കും നമസ്കാരം. അഗ്രോ മിഷനറി ആൻഡ് പവർ എഞ്ചിനീയറിംഗിന്റെ മൂന്നാമത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ 2 സെഷനുകളിലായിട്ട് നമ്മൾ സീഡ് ബെഡ് പ്രിപ്പറേഷൻ മെഷീനറീസും സീഡിംഗ് എക്യുപ്മെന്റ്സും എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ്. ഈ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുറഞ്ഞ സ്ഥലം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കൃഷിക്കായിട്ട്. അവിടെ നിന്ന് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റൻസീവ് ഫാമിങ്ങിന്, മിക്സഡ് ക്രോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ മിക്കവാറും എല്ലാ സമയവും കൃഷിയിടത്തിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും അത് ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയം വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നമ്മൾ പുതിയ പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ത്രെഡ്സ് നേരിടുന്നുണ്ട്. അതായത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വളരെ കൂടുതലായിട്ട് വരും. അപ്പം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജി കൂടി അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വിളവ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾ അതിൻ്റെ മെക്കാനിക്കൽ സൈഡാണ് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് ഏതൊക്കെ ഉപകരണങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ സ്പ്രേയേഴ്സും ഡസ്റ്റേഴ്സുമാണ് പ്രധാനമായിട്ടും ഈ പെസ്റ്റിസൈഡ്സും ഹെർബിസൈഡ്സും ഒക്കെ പിന്നെ ഫംഗിസൈഡ്സും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സ്പ്രേയേഴ്സും ഡസ്റ്റേഴ്സുമാണ്. അപ്പം സ്പ്രേയർ എന്നാൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. സ്പ്രേയർ ഇസ് എ മെഷീൻ used to apply pesticides in the form of droplets. These droplets come out as a fine spray through the nozzle of the sprayer. ഈ സ്പ്രേയറിൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് സ്പ്രേയിങ് സൊല്യൂഷനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സ്പ്രേയറിൻ്റെ പ്രധാന ജോലി. അതിന് സ്പ്രേയറിനെ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ നോസിലാണ്. ഒരു നോസിലാണ് ഒരു സ്പ്രേയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നോസിലിന് ഒരു ബോഡി ഉണ്ടായിരിക്കും, ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും, ഒരു വാൽവ് ഉണ്ട്, പിന്നെ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോഴേ ഈ നോസിൽ ബോഡിയിൽ കൂടെ നമ്മൾ ഈ സൊല്യൂഷൻ സ്പ്രേയിങ് സൊല്യൂഷൻ വരുന്നത് ഈ വാൽവിൽ കൂടെ കടന്നിട്ട് ഹൈ വെലോസിറ്റിയിൽ ഡിസ്ക് പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് അത് കടന്നു വരുന്നത്. അത് സ്വേർലിംഗ് ചേംബറിൽ എത്തുമ്പോൾ ഈ ഹൈ വെലോസിറ്റിയിൽ വരുന്ന സ്പ്രേയിങ് സൊല്യൂഷൻ വാൽവിൽ കൂടെ കടന്നു വരുമ്പോൾ അതിന് ഒരു വേർലിംഗ് മോഷൻ, ഒരു ചുഴലി പോലെ കറങ്ങിക്കൊണ്ടിരിക്കണം, ഒരു വേർലിംഗ് മോഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അത്രയും സ്പീഡിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വേർലിംഗ് മോഷനിൽ എത്തുമ്പോൾ അത് ഈ നോസിൽ ഡിസ്കിലത്തെ ഹോളിൽ കൂടെ വരുമ്പോൾ ഒരു ഹോളോ കോൺ രൂപത്തിലുള്ള സ്പ്രേ ആയിട്ട് പുറത്തേക്ക് വരും. ഇനി നമ്മൾ വാൽവിൽ അഡീഷണൽ ആയിട്ട് ഒരു ജെറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഹോളോ കോൺ സ്പ്രേ എന്നുള്ളത് നമുക്ക് സോളിഡ് കോൺ സ്പ്രേ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ നോസിലാണ് സ്പ്രേയറിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇനി നമുക്ക് സ്പ്രേയറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it should produce a steady stream of spray material in the finest form of particles. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റഡി സ്ട്രീം ഓഫ് സ്പ്രേ വരണം. നമ്മുടെ സ്പ്രേയറിൽ നിന്ന് നമ്മൾ സ്പ്രേയറും കൊണ്ട് ക്രോപ്സിന് സ്പ്രേ അപ്ലൈ ചെയ്യാനായിട്ട് പോണ സമയത്ത് കണ്ടിന്യൂസ് സ്ട്രീം, അത് സ്റ്റഡി സ്ട്രീമായിട്ട് വരണം. അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എ സ്റ്റഡി സ്ട്രീം ഓഫ് സ്പ്രേ മെറ്റീരിയൽസ് ഇൻ ദ ഫൈനസ്റ്റ് ഫോം ഓഫ് പാർട്ടിക്കിൾസ്. ഈ ഫൈനസ്റ്റ് ഫോം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ നേർത്ത നനുത്ത കണങ്ങളായിട്ട് വന്നാൽ മാത്രമേ അത് ഇലപ്പടർപ്പുകളിലൊക്കെ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയും പെസ്റ്റിനും ഇൻസെക്ട്സിനെതിരെ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള അത് കിട്ടുകയും ചെയ്യുള്ളൂ. വലിയതാണെങ്കിൽ അത് വീണു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫൈനസ്റ്റ് ഫോമിലുള്ള സ്പ്രേ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഒരു സ്പ്രേയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഇറ്റ് ഷുഡ് ഡെലിവർ ദ സ്പ്രേ അറ്റ് സഫിഷ്യന്റ് പ്രഷർ so as to reach all the foliage and spreads over the entire surface. അപ്പം നല്ല പ്രഷറിൽ വേണം
ഈ നമ്മുടെ സ്പ്രേയിങ് സൊല്യൂഷൻ ഈ നോസിലിൽ കൂടെ പുറത്തേക്ക് വരാനായിട്ട്. അതാണ് സ്പ്രേയറിൻ്റെ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഫൈനസ്റ്റ് ഫോം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് വരണം സ്പ്രേ. രണ്ടാമത് അത് സഫിഷ്യൻറ്റ് പ്രഷറിലായിരിക്കണം വരേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പ്രേയർ ഷുഡ് ബി ലൈറ്റ് ഇൻ വെയിറ്റ്. അതായത് ഭാരം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോർട്ടബിലിറ്റി വളരെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഇൻകൺവീനിയൻസ് ആയിരിക്കും. അപ്പോൾ അത് ഏറ്റവും ഭാരം കുറഞ്ഞ രീതിയിൽ ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് വർക്കബിൾ ആൻഡ് റിപ്പയറബിൾ. ഈ 3 കാര്യങ്ങളും കൂടെ വേണം. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്, അതായത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് അത് പെട്ടെന്ന് കേടുവരാൻ പാടില്ല. സ്പ്രേയർ ഷുഡ് ബി ലൈറ്റ്, വർക്കബിൾ ആൻഡ് റിപ്പയറബിൾ. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് സ്പ്രേയറിന് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാം ഫങ്ഷൻസ് ഓഫ് സ്പ്രേയർ എന്താണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് സ്പ്രേയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടു ബ്രേക്ക് ദ ലിക്വിഡ് ഇൻ ടു ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ലിക്വിഡിനെ മാറ്റണം. അടുത്തത് ടു ഡിസ്ട്രിബ്യൂട്ട് ദം യൂണിഫോംലി ഓവർ ദ പ്ലാന്റ്സിൽ അത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മൂന്നാമത്തതായിട്ട് ടു റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലിക്വിഡ് ടു അവോയ്ഡ് എക്സസീവ് ആപ്ലിക്കേഷൻ. സ്പ്രേയറിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം, പിന്നെ അതിന് പ്ലാന്റ്സിനെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, കൂടാതെ എക്സസീവ് ആപ്ലിക്കേഷൻ വരാതെ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. എക്സസീവ് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫോളിയേജിനെ ആകെ കരിയിച്ച് കളയും അല്ലേ. നമുക്കറിയാം അല്ലെ, കൂടുതലായിട്ട് നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കരിഞ്ഞുണങ്ങിപ്പോകും. അപ്പോൾ എക്സസീവ് ആപ്ലിക്കേഷനെ പ്രിവെന്റ് ചെയ്യണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു സ്പ്രേയറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അടുത്തത് എന്തൊക്കെയാണ് യൂസസ് ഓഫ് സ്പ്രേയർ, എന്തിനൊക്കെയാണ് സ്പ്രേയർ ഉപയോഗിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും അതിൽ നമ്മൾ വീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡ്സിനെ കളയാൻ വേണ്ടിയിട്ട് ഹെർബിസൈഡ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പെസ്റ്റിൻ്റെ അറ്റാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യാം. പ്രാണികളെ നിയന്ത്രിക്കാനായിട്ടും ഇതിനൊക്കെ ആയിട്ട് ഇൻസെക്ടിസൈഡ്സ് അപ്ലൈ ചെയ്യാം. അതിന് പുറമെ ഇതിന് 3നും പുറമേ ആയിട്ട് നമുക്ക് സ്പ്രേയേഴ്സ് ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സിന് മൈക്രോ ന്യൂട്രിയൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കൂടെ സാധിക്കും. അപ്പം സ്പ്രേയറിൻ്റെ യൂസസ് വീഡ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പിന്നെ ഫംഗസിനെതിരെ മറ്റ് പെസ്റ്റിനെതിരായിട്ട് ഫംജിസൈഡ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന്റെ ശത്രുകീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കാം. ഇതിനൊക്കെ പുറമേ അഡീഷണൽ ആയിട്ട് മൈക്രോ ന്യൂട്രിയൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് സ്പ്രേയേഴ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. പാർട്സ് ഓഫ് എ സ്പ്രേയർ ഏതൊക്കെയാണെന്ന് കാണാം നമുക്ക്. പാർട്സ് ഓഫ് എ സ്പ്രേയർ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ കാണുന്നത് പോലെ ഒരു നോസിൽ ബോഡി, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നോസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു. അപ്പൊ നോസിൽ ബോഡി ഉണ്ടായിരിക്കും, ഒരു സ്വേൾ പ്ലേറ്റ് ഉണ്ടായിരിക്കും, നോസിൽ ക്യാപ്പ്, സ്പ്രേ ഗൺ, സ്പ്രേ ബൂം, സ്പ്രേ ലാൻസ്, നോസിൽ ടിപ്പ്, നോസിൽ ബോസ്, നോസിൽ ഡിസ്ക്, കട്ട് ഓഫ് വാൽവ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ അതിന് പുറമെ ഒരു ഫിൽറ്റർ ഉണ്ടായിരിക്കും. ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് കമ്പോണന്റ് ടു റിമൂവ് സസ്പെൻഡഡ് മാറ്റർ ലാർജർ ദാൻ എ പ്രീ ഡിറ്റർമിൻഡ് സൈസ് ഫ്രം ഫ്ലൂയിഡ്. അതായത് നമ്മുടെ സ്പ്രേയിങ് സൊല്യൂഷനിൽ വലിയ കണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അരിപ്പ പോലെ ഒരു ഫിൽറ്റർ വേണം. അല്ലെങ്കിൽ അത് സ്പ്രേയിങ് സൊല്യൂഷൻ സ്പ്രേ കണ്ടിന്യൂസ് ആയിട്ട് വരില്ല. അപ്പോൾ ആ സെഡിമെന്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഓവർഫ്ലോ പൈപ്പ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ കോണ്ടിയൂട്ട് ത്രൂ വിച്ച് excess fluid from a pump is bypassed by the action of relief valve or pressure regulator. For overflow കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു relief valve. It is an automatic device which opens when the pressure of fluid or gas reaches a predetermined value. ഇപ്പോൾ പ്രഷർ വല്ലാണ്ട് കൂടുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലീഫ് വാൽവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫിൽറ്ററും ഓവർഫ്ലോ പൈപ്പും റിലീഫ് വാൽവും നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് അല്ലേ. സെഡിമെന്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അരിച്ചു മാറ്റാനായിട്ട് ഒരു ഫിൽറ്റർ അരിപ്പ ഉണ്ടായിരിക്കും, ഓവർഫ്ലോ വാൽവ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിലീഫ് ഓവർഫ്ലോയ്ക്ക് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും, റിലീഫ് വാൽവ് ഉണ്ടായിരിക്കും. മറ്റ് ഭാഗങ്ങൾ നേരത്തെ ആദ്യം പറഞ്ഞ ഭാഗങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോസിലിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ പറഞ്ഞു, അത് ഓരോന്നായിട്ട് നമുക്ക് കാണാം. നോസിൽ ബോഡി.
It's a main component on which other components of nozzle fit. ഈ നോസിൽ ബോഡിമേലാണ് നോസിലിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് നോസിൽ ബോഡി. അടുത്തത് കട്ട് ഓഫ് വാൽവ്. നമുക്ക് പരിചയമുള്ളതാണ് അല്ലെ. ഇറ്റ് ഈസ് എ മെക്കാനിസം ബിറ്റ്വീൻ പമ്പ് ആൻഡ് നോസിൽ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ഫ്രം സ്പ്രേയർ. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ്. ഇപ്പൊ നമുക്ക് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു കട്ട് ഓഫ് വാൽവ് ആണ് അത് നമുക്ക് ആ കട്ട് ഓഫ് വാൽവ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പ്രേ സൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് സ്റ്റോപ്പ് ചെയ്യാനോ കുറയ്ക്കാനോ ഒക്കെ ആയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലോ ഓഫ് ലിക്വിഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ഓഫ് വാൽവ് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്പ്രേ ബൂം. ചിത്രത്തിൽ നമുക്ക് കാണാം അല്ലെ, സ്പ്രേ ബൂം. ഇറ്റ് ഈസ് സ്പ്രേ ലാൻസ് with spray nozzles fitted to a head mounted at right angle to the lens. അപ്പോൾ ഒരു സ്പ്രേ ലാൻസുമേ കുറേ സ്പ്രേ നോസിൽസ് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് സ്പ്രേ ബൂം എന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സമയത്ത് കുറേ സ്ഥലത്ത് ഒരുമിച്ച് കവർ ചെയ്ത് പോകാൻ, ഒരേ സമയം കുറേ സ്ഥലം കവർ ചെയ്യാനായിട്ട് നമുക്ക് സ്പ്രേ ബൂം ഉപയോഗിക്കാം. നോസിൽ ഡിസ്ക് വന്ന് നേരത്തെ നമ്മുടെ ഹോളോകോൺ സ്പ്രേ അല്ലെങ്കിൽ സോളിഡ് കോൺ സ്പ്രേ ഒക്കെ വരുന്ന സമയത്ത് നോസിൽ ഡിസ്കിലുള്ള ഒരു ഹോളിൽ കൂടിയാണ് വാൽവിൽ നിന്ന് ഹൈ വെലോസിറ്റി ലിക്വിഡ് വരുന്നത് അല്ലേ. അപ്പൊ അതിനുപയോഗിക്കുന്ന ഇതാണ് നോസിൽ ഡിസ്ക്, കമ്പോണന്റ് കണ്ടെയ്നിങ് ദ ഫൈനൽ ഓറിഫൈസ് ഓഫ് നോസിൽ. നോസിലിന്റെ ആ ഓറിഫൈസ് നിന്ന് ആ ഹോളിൽ കൂടിയാണ് നമുക്ക് ഹൈ വെലോസിറ്റിയിലുള്ള സ്പ്രേയിങ് സൊല്യൂഷൻ പുറത്തേക്ക് വരുന്നത്. അതാണ് നോസിൽ ഡിസ്ക്. അടുത്തത് നോസിൽ ബോസ്. ഇറ്റ് ഈസ് എ ലഗ് ഓൺ സ്പ്രേ ബൂം ഓർ സ്പ്രേ ലാൻസ് ടു വിച്ച് നോസിൽ ബോഡി ഓർ ക്യാപ്പ് ഈസ് സ്ക്രൂഡ്. അപ്പം നോസിൽ ബോഡി ഓർ ക്യാപ്പോ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ള ഭാഗത്തിനെയാണ് നോസിൽ ബോസ് എന്ന് പറയുന്നത്. അടുത്തത് സ്പ്രേ ഗൺ. ഇറ്റ് ഈസ് എ ലാൻസ് ഫ്രം വിച്ച് ദ സ്പ്രേ ഈസ് റെഡിലി അഡ്ജസ്റ്റബിൾ ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ. അതാണ് സ്പ്രേ ഗൺ. സ്വേൾ പ്ലേറ്റ്. സ്വേളിംഗ് ചേംബറിലേക്ക് സ്പ്രേയിങ് സൊല്യൂഷൻ വരുന്നു പറഞ്ഞു അല്ലെ. ആ സ്വേൾ പ്ലേറ്റ് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോൺ നോസിൽ വിച്ച് ഇമ്പാർട്സ് റൊട്ടേഷൻ ടു ലിക്വിഡ് പാസിംഗ് ത്രൂ ഇറ്റ്. അപ്പൊ നമ്മുടെ വാൽവിൽ നിന്ന് വരുന്ന ഹൈ വെലോസിറ്റി ഇത് ഈ സ്വേൾ പ്ലേറ്റിൽ എത്തുമ്പോൾ അതിനൊരു റൊട്ടേഷൻ കിട്ടും. അപ്പൊ ആ ഒരു വേളിംഗ് മോഷൻ വരുന്നത് ഈ സ്വേൾ പ്ലേറ്റിൽ കൂടെ അത് പാസ് ചെയ്യുമ്പോഴാണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സ്പ്രേ. നേരത്തെ പറഞ്ഞു ഹോളോകോൺ സ്പ്രേ, സോളിഡ് കോൺ സ്പ്രേ എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ സ്പ്രേയിലുള്ള പാർട്ടിക്കിൾസിന്റെ അനുസരിച്ചിട്ട് അതിന് നമുക്ക് 3 തരത്തിലുള്ള സ്പ്രേസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഹൈ വോളിയം സ്പ്രേ. ഹൈ വോളിയം സ്പ്രേ ഹൈഡ്രോളിക് മെഷീൻസ് ആർ യൂസ്ഡ് ടു അപ്ലൈ ഡൈല്യൂട്ട് ലിക്വിഡ്സ്. മോർ ടൈം ആൻഡ് ലേബർ റിക്വയർഡ്. ഈ ഹൈ വോളിയം സ്പ്രേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ആവശ്യമാണ്. അടുത്തത് ലോ വോളിയം സ്പ്രേ. Low volume spray, it uses airstream from a fan as a pesticide carrier with a small quantity of liquid. This saves material and labor. അപ്പൊ നമ്മൾ സ്പ്രേയിങ് സൊല്യൂഷൻ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ എയർ സ്ട്രീമിൽ ഈ സ്പ്രേയിങ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്ത് കടത്തി വിടുമ്പോൾ കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ലേബറും സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ ഹൈ വോളിയം സ്പ്രേ ഉപയോഗിക്കുന്നത്. അടുത്തത് അൾട്രാ ലോ വോളിയം സ്പ്രേ. അൾട്രാ ലോ വോളിയം സ്പ്രേ യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് സ്പ്രേയിങ് ഓർ ഏരിയൽ സ്പ്രേയിങ്ങിലാണ് മെയിനായിട്ട് അത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ലാർജ് സ്കെയിലായിട്ടുള്ള അപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ട്രാക്ടർ മൗണ്ടഡ് സ്പ്രേയേഴ്സിലും അത് ഉപയോഗിക്കാറുണ്ട്. ടോട്ടൽ വോളിയം ഓഫ് ലിക്വിഡ് അപ്ലൈഡ് amount to a few milliliter per acre. ഒരു ഏക്കറിലേക്ക് വളരെ കുറച്ച് അളവിൽ മാത്രം. അത് നമ്മൾ അൾട്രാ ലോ വോളിയം സ്പ്രേ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവാണ്. അത് നല്ല സ്പ്രേ ഫോമിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ULV സ്പ്രേ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരം സ്പ്രേസ് ആണ് നമുക്കുള്ളത്. ഹൈ വോളിയം സ്പ്രേ, ലോ വോളിയം സ്പ്രേ, അൾട്രാ ലോ വോളിയം സ്പ്രേ. ടൈപ്സ് ഓഫ് സ്പ്രേ ആണ് നേരത്തെ പറഞ്ഞത്. ടൈപ്സ് ഓഫ് സ്പ്രേ നോസിൽസ്. ഹോളോ കോൺ സ്പ്രേ നോസിലുണ്ട്, സോളിഡ് കോൺ സ്പ്രേ നോസിലുണ്ട്, പിന്നെ ഫാൻ ടൈപ്പ് നോസിലുണ്ട്. അത് ഓരോന്നും എന്താവും നമുക്കൊന്ന് കാണാം. ഹോളോ കോൺ നോസിൽ. Liquid is fed into a whirl chamber through a tangential entry or through a spiral passage to give a rotating motion. അപ്പോൾ നമ്മുടെ സ്പ്രേയിങ് ലിക്വിഡിന് ഒരു റൊട്ടേറ്റിംഗ് മോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോളോ കോൺ നോസിൽ ഉപയോഗിക്കുന്നത്. ലിക്വിഡ് കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് എ ഹോളോ കോണിക്കൽ ഷീറ്റ്
which then breaks up into small drops. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അത് കാണാവുന്നതാണ് ഹോളോ കോൺ നോസിലിൽ കൂടെ പുറത്തു വരുന്ന സ്പ്രേയുടെ രൂപം. അടുത്തത് സോളിഡ് കോൺ നോസിൽ. മറ്റേ ഹോളോ കോണിലായിരുന്നെങ്കിൽ അതിൻ്റെ ഉൾഭാഗം പൊള്ളയായിരുന്നു. ഇവിടെ സോളിഡ് കോണിലാകുമ്പോൾ ദിസ് നോസിൽ കവേഴ്സ് ദ എൻറ്റയർ ഏരിയ അറ്റ് സ്മോൾ റേഞ്ച്. ഇൻ അഡീഷൻ ടു ഹോളോ കോൺ നോസിൽ an internal jet is provided. അപ്പോൾ ഈ ഹോളോ കോണിന്റെ കൂടെ ഒരു ഇന്റേണൽ ജെറ്റും കൂടെ കൊടുക്കുമ്പോൾ അതിലൂടെ വരുന്ന സൊല്യൂഷൻ സ്ട്രൈക്സ് ദ റൊട്ടേറ്റിംഗ് ലിക്വിഡ് ജസ്റ്റ് വിത്തിൻ ദ ഓറിഫൈസ് ഓഫ് ഡിസ്ചാർജ്. ബ്രേക്കിംഗ് ഓഫ് ഡ്രോപ്സ് ഈസ് മെയിൻലി ഡ്യൂ ടു ഇമ്പാക്ട്. അതാണ് സോളിഡ് കോൺ നോസിൽ. അടുത്തത് ഫാൻ ടൈപ്പ് നോസിൽ. ദിസ് ഫോംസ് എ നാരോ എലിപ്റ്റിക്കൽ ഫ്ലോ പാറ്റേൺ. The liquid is forced to come out as a flat fan-shaped sheet, which is then broken into droplets. ഇങ്ങനെ 3 തരം സ്പ്രേ നോസിൽസ് ആണുള്ളത്. സോളിഡ് കോൺ ടൈപ്പ്, ഹോളോ കോൺ ടൈപ്പ്, ഫാൻ ടൈപ്പ് നോസിൽ. 3 തരമാണുള്ളത്. മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചിട്ട് സ്പ്രേയേഴ്സിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രധാനമായിട്ട് 1 മാനുവലി ഓപ്പറേറ്റഡ്, 2 എൻജിൻ ഓപ്പറേറ്റഡ്, 3 ഏരിയൽ സ്പ്രേയിങ്. ഇങ്ങനെ 3 തരം സ്പ്രേയേഴ്സ് ആണ് നമുക്കുള്ളത്. മാനുവലി ഓപ്പറേറ്റഡ് ആകുമ്പോൾ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഹോൾഡിങ്സ് ആണ്. അവിടെ ഓപ്പറേറ്റിംഗ് സ്പ്രേയിങ്ങിന്റെ പ്രഷർ എന്ന് പറയുന്നത് 1 to 7 kg/square centimeter ആയിരിക്കും. എൻജിൻ ഓപ്പറേറ്റഡ് ആകുമ്പോൾ ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഏരിയ ആൻഡ് ദ പ്രഷർ റേഞ്ചസ് ഫ്രം 20 to 55 kg/square centimeter. ആൻഡ് ഇൻ എയർപ്ലെയിൻ സ്പ്രേയേഴ്സ് ലാർജ് സ്കെയിൽ വർക്കിനാണ് നമ്മൾ എയർപ്ലെയിൻ സ്പ്രേയേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ULV സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പ്രേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മാനുവലി ഓപ്പറേറ്റഡ് സ്പ്രേയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാനുവലി ഓപ്പറേറ്റഡ് സ്പ്രേയേഴ്സ് പലതും നമുക്ക് നല്ല പരിചയമുള്ളതാണ് അല്ലെ. മിക്കവാറും അടുക്കളത്തോട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഹാൻഡ് അറ്റോമൈസർ എന്ന് പറയുന്നത് കയ്യിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതാണ്. ആ ഹാൻഡ് അറ്റോമൈസർ ഉണ്ട്. പിന്നെ സ്റ്റിറപ്പ് ടൈപ്പ് സ്പ്രേയർ ഉണ്ട്, ഹാൻഡ് കംപ്രഷൻ സ്പ്രേയർ ഉണ്ട്, നാപ്സാക്ക് സ്പ്രേയർ, അങ്ങനെ പലതരം സ്പ്രേയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പ്രേയേഴ്സ് എന്നുള്ള ഇത് കാണാം. ഹാൻഡ് അറ്റോമൈസർ, സ്റ്റിറപ്പ് ടൈപ്പ്, നാപ്സാക്ക് സ്പ്രേയർ, ബക്കറ്റ് ടൈപ്പ് സ്പ്രേയർ, ഹാൻഡ് കംപ്രഷൻ സ്പ്രേയർ, റോക്കർ സ്പ്രേയർ, ഫുഡ് സ്പ്രേയർ. ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്പ്രേയേഴ്സ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഹാൻഡ് അറ്റോമൈസർ, പലതരം ഹാൻഡ് അറ്റോമൈസറുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അടുക്കളത്തോട്ടത്തിലോ പൂന്തോട്ടത്തിലോ ഒക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് അറ്റോമൈസർ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ടൈപ്പ് ഓഫ് ഹാൻഡ് സ്പ്രേയർ ഫോർ യൂസ് ഇൻ ഹോം ഗാർഡൻ. Compressed air is allowed to pass over the end of a tube. The other end of tube dips in spray material. Blowing air sucks the spray material through tube and blows it out of the nose. അപ്പോൾ ഒരു ട്യൂബിന്റെ ഒരറ്റം സ്പ്രേയിങ് സൊല്യൂഷനിൽ മുങ്ങിയിരിക്കുകയായിരിക്കും. അവിടുന്ന് അത് എയറിന്റെ ഒപ്പം അത് സക്ക് ചെയ്ത് വന്നിട്ട് മറ്റേ എൻഡിൽ കൂടെ അതിനെ സ്പ്രേ ചെയ്ത് ഇതാണ് ഹാൻഡ് അറ്റോമൈസറിൽ വരുന്നത്. അടുത്തത് സ്റ്റിറപ്പ് ടൈപ്പ്. Stirrup type, it uses a single acting or double acting pump kept in a barrel. A footrest is provided to hold the pump while working. It is suitable for small fields. Next, knapsack sprayer. നാപ്സാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചുമലിൽ തൂക്കുന്നതിനാണ് നാപ്സാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഫീൽഡിൽ കൂടെ കൊണ്ട് നടക്കാനായിട്ട് പോർട്ടബിലിറ്റി വളരെ കൂടുതലായിരിക്കും നാപ്സാക്ക് സ്പ്രേയേഴ്സിന്. അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ a fluid container is carried on back of the operator. It has got an airtight chamber on which an air pump is mounted. Tank filled with spray material up to 3/4 the volume. A few strokes of the pump builds up high pressure in the chamber and spray is forced out through the nozzle. നാപ്സാക്ക് സ്പ്രേയർ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 9 to 22.5 ലിറ്റർ കപ്പാസിറ്റിയാണ് ഉള്ളത്. അടുത്തത് ബക്കറ്റ് ടൈപ്പ് സ്പ്രേയർ. ഈ ബക്കറ്റ് ടൈപ്പ് സ്പ്രേയറിലും നേരത്തെ പറഞ്ഞ സ്റ്റിറപ്പ് ടൈപ്പ് സ്പ്രേയറിലും ഒരേപോലെ നമ്മൾ ഒരു സിംഗിൾ ആക്ടിങ് ഓർ ഡബിൾ ആക്ടിങ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ആക്ടിങ് പമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡൗൺവേർഡ് സ്ട്രോക്കിൽ മാത്രമേ സ്പ്രേ പുറത്തേക്ക് വരുള്ളൂ. ഡബിൾ ആക്ടിങ് ആണെങ്കിൽ കണ്ടിന്യൂസ് 2 സ്ട്രോക്കിലും നമുക്ക് സ്പ്രേയിങ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുമില്ല സിംഗിൾ ആക്ടിങ് പമ്പ് അല്ലെങ്കിൽ ഡബിൾ ആക്ടിങ് പമ്പ് സ്പ്രേയിങ് സൊല്യൂഷൻ ബക്കറ്റിൽ എടുത്തിട്ട് ഇതിന്റെ എൻഡ് ബക്കറ്റിലായിരിക്കും
ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിറപ്പ് ടൈപ്പിലാവുമ്പോൾ ഒരു ബാരലിലായിരിക്കും അതെടുക്കുന്നത്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ബക്കറ്റ് ടൈപ്പ് സ്പ്രേയർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഓർ ഡബിൾ ആക്ടിംഗ് പമ്പ് പ്ലേസ്ഡ് ഇൻ ആൻ ordinary bucket containing spray solution. Pump is mostly made of brass, suitable for small gardens and low trees. It is very light and develops sufficient pressure. Next is hand compression sprayer. Hand compression sprayer tank capacity is 14 liters and air pump is fitted in an airtight chamber. Tank filled up to 3/4 of the volume. Pressure is developed by pumping air and spray is forced out through the nozzle. Hand compression sprayer നമ്മളത് സ്ഥിരം കാണാറുള്ളതാണ് ഹാൻഡ് കംപ്രഷൻ സ്പ്രേയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൈക്കിൾ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് പമ്പ് ചെയ്തിട്ട് അതിൻ്റെ 3/4 ടാങ്കിൻ്റെ 3/4 ആണ് നമ്മൾ സ്പ്രേ സൊല്യൂഷൻ നിറയ്ക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് എയർ ഉണ്ടാവും. ആ എയറിനെ നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് ആ പ്രഷറൈസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ സൊല്യൂഷൻ നോസിലിൽ കൂടെ പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ നമുക്ക് നല്ല സ്പ്രേ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഹാൻഡ് കംപ്രഷൻ സ്പ്രേയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റോക്കർ സ്പ്രേയർ. റോക്കർ സ്പ്രേയർ എന്ന് പറയുമ്പോൾ ഒരു റോക്കിംഗ് ആക്ഷൻ ആണ്. അതിൻ്റെ ഒരു ലോങ് ലിവർ ഉണ്ടായിരിക്കും. ആ ലിവർ മുന്നോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് തള്ളിയിട്ട് ഒരു റോക്കിംഗ് ആക്ഷൻ കൊടുത്തിട്ടാണ് പമ്പിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ടോൾ ട്രീസിൽ അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ലോ ക്രോപ്സിൽ ഇപ്പം ഇഞ്ചിയൊക്കെ പോലെ ഫീൽഡിൽ ഇങ്ങനെ കുറേ കിടക്കുന്ന സ്ഥലത്ത് പിന്നെ 1-2 സ്പ്രേ ലാൻഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ റോക്കർ സ്പ്രേ ഇതുവരെ പറഞ്ഞ സ്പ്രേയേഴ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഓപ്പറേറ്റർ മതി. പക്ഷെ ഇതിനാവുമ്പോൾ 2 ഓപ്പറേറ്റർ വേണം. ഒരു ലാൻസ് ഉള്ളെങ്കിൽ 2 ഓപ്പറേറ്റർ, 2 ലാൻസ് ഉണ്ടെങ്കിൽ 3 ഓപ്പറേറ്റർമാർ വേണം. ഒരാള് താഴെ വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യും, മറ്റേ ആള് ഹോസ് നല്ല നീളമുള്ള ഡെലിവറി ഹോസ് ആയിരിക്കും, അതും കൊണ്ടിങ്ങനെ നടക്കുക. അത് ഹൈറ്റിലേക്ക് ആണെങ്കിൽ മുകളിലേക്ക് കയറിയിട്ട് അത് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് റോക്കർ സ്പ്രേയറിന്റെ ചിത്രം ഒന്ന് കാണാം. ഇറ്റ് ഈസ് എ ലോങ് ലിവർ ഹൈ പ്രഷർ സ്പ്രേയർ designed for operation with 1 or 2 lances. The complete assembly is mounted on a wooden board which is held to the ground by foot of the first operator. A single or double acting piston pump, air chamber, suction and delivery lines, shut-off valve, spray lance, strainer, etc. are the components. Length of lance is 60 to 90 centimeter. Lever is moved to and fro in a rocking motion. Second person holds the lance and directs the spray to the plant. ഇതാണ് റോക്കർ സ്പ്രേയർ. അപ് ടു 10 meters ഹൈറ്റ് വരെ നമുക്ക് റോക്കർ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്യാവുന്നതാണ്. അടുത്തത് ഫുട്ട് സ്പ്രേയർ. എ പ്ലഞ്ചർ പമ്പ് ഓപ്പറേറ്റഡ് ബൈ ദ ഫുട്ട് ഈസ് യൂസ്ഡ് ടു സ്പ്രേ ദ ലിക്വിഡ്. Suitable for tall trees, fruits, tea, citrus plants and gardens. ആണ് ഫുഡ് സ്പ്രേയർ. അപ്പോൾ നമ്മൾ മാനുവലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പ്രേയേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. മാനുവലി ഓപ്പറേറ്റഡ് സ്പ്രേയിൽ പ്രധാനമായിട്ട് ഹാൻഡ് അറ്റോമൈസർ, സ്റ്റിറപ്പ് ടൈപ്പ് സ്പ്രേയർ, നാപ്സാക്ക് സ്പ്രേയർ, ഹാൻഡ് കംപ്രഷൻ സ്പ്രേയർ, ബക്കറ്റ് ടൈപ്പ് സ്പ്രേയർ, റോക്കർ സ്പ്രേയർ, ഫുഡ് സ്പ്രേയർ. ഇത്രയും സ്പ്രേയേഴ്സ് ആണ് മാനുവലി ഓപ്പറേറ്റഡ്. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് എൻജിൻ ഓപ്പറേറ്റഡ് സ്പ്രേയർ ആണ്. ആ എൻജിൻ ഓപ്പറേറ്റഡ് സ്പ്രേയറിൽ പ്രധാനമായിട്ടും വരുന്നതാണ് പവർ സ്പ്രേയറും പിന്നെ നാപ്സാക്ക് മിസ്റ്റ് സ്പ്രേയറും ആണ് ഉപയോഗിക്കുന്നത്. നാപ്സാക്ക് മിസ്റ്റ് സ്പ്രേയർ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മിസ്റ്റ് പോലെ അല്ലെ, മഞ്ഞ് പോലെ സ്പ്രേ ചെയ്യാനായിട്ട് നാപ്സാക്ക്. അതിന് ഒരു നമ്മൾ എൻജിൻ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ആ പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോഴാണ് അത്രയും പ്രഷറിൽ വരുമ്പോഴാണ് ഒരു മിസ്റ്റ് പോലെ നമുക്ക് സ്പ്രേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് പവർ സ്പ്രേയർ. Power sprayers are used for developing high pressure and high discharge covering large areas operated by either engines or electric motors. അപ്പോൾ പവർ സ്പ്രേയേഴ്സ് ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എൻജിൻ ഓപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് ആ പവർ സ്പ്രേയേഴ്സ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് എയർ പ്ലെയിൻ സ്പ്രേയർ. ഏരിയൽ സ്പ്രേയിങ് done in larger plantations, paddy fields or to treat aquatic weeds. അതായത് നമുക്കറിയാലേ ഈ
എൻഡോസൾഫാൻ ദുരന്തമൊക്കെ വന്നപ്പോൾ അവിടെ കശ്മാവും തോട്ടങ്ങളിലൊക്കെ ഏരിയൽ സ്പ്രേയിങ് നടത്തിയിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ വലിയ പ്ലാന്റേഷൻസിലാണ് അത് ഉപയോഗിക്കുന്നത് ഏരിയൽ സ്പ്രേയിങ്ങിനായിട്ട്. അത് അഫോർഡബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. വാട്ടർ ഹിയാസിന്ത് പോലെയുള്ള അക്വാറ്റിക് വീഡ്സിനെ ഒരു എന്താ പറയാ നോർമലിനെക്കാട്ടും കൂടുതലായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. ഈ സ്പ്രേയേഴ്സും ഡസ്റ്റേഴ്സും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേച്ചറിനെ സന്തുലിതാവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഇത്. നമ്മളെപ്പോഴും സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത് അല്ലെ. ഒരിക്കലും നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ടെക്നോളജിയുടെ ഒരു എൻഹാൻസ്മെന്റോട് കൂടിയിട്ടാണ് കുറെ അധികം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചത് കൊണ്ട് വളരെയധികം ആരോഗ്യ രംഗത്ത് നമുക്ക് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ബയോ ഇല്ല എല്ലാം ജൈവ കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ടെക്നോളജിയുടെ സഹായം തേടുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ട്രാക്ടർ മൗണ്ടഡ് സ്പ്രേയേഴ്സ് ആണ്. ട്രാക്ടർ മൗണ്ടഡ് സ്പ്രേയേഴ്സ് ഫിറ്റഡ് വിത്ത് മൾട്ടി നോസിൽ ബൂം suitable for large holdings, high uniformity, high working efficiency. But tractor mounted sprayers അതിന്റെ വർക്കിംഗ് പ്രഷർ 1.4 to 2.8 കിലോഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അതിൽ ട്രാക്ടറുമേ ഒരു നല്ല നീളത്തിൽ വലിയൊരു ബൂമായിരിക്കും നോസിൽ ബൂം. അതിൽ നിന്ന് കുറെ നോസിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരേ സമയം ചിലപ്പോൾ 2 സൈഡിലേക്കും ഈ ബൂംസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഹൈ വർക്കിംഗ് എഫിഷ്യൻസിയും ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ യൂണിഫോമിറ്റിയിലും നമുക്ക് സ്പ്രേ അപ്ലൈ ചെയ്യാനായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ ഏരിയ കവർ ചെയ്യാനായിട്ട് ട്രാക്ടർ മൗണ്ടഡ് ആയിട്ടുള്ള സ്പ്രേയേഴ്സ് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രചാരത്തിൽ വന്നിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാക്ടർ മൗണ്ടഡ് സ്പ്രേ ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇനി കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്പ്രേയേഴ്സ്. സ്പ്രേയിങ് നടത്തി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ആ സ്പ്രേയിങ് സൊല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലീൻ വാട്ടർ ഉപയോഗിച്ചിട്ട് കുറച്ച് നേരം ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു സെൽഫ് ക്ലീനിങ് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. എന്തെങ്കിലും സെഡിമെന്റ്സോ എന്തെങ്കിലും കെമിക്കൽസിൻ്റെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ക്ലിയർ വാട്ടർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ അത് പോയി കിട്ടും. അപ്പം എപ്പോഴും നമ്മൾ ആഫ്റ്റർ യൂസ് കുറച്ച് നേരം അത് ഒരു ക്ലിയർ വാട്ടർ ഉപയോഗിച്ചിട്ട് സ്പ്രേയർ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് എടുത്തു വെക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ നോസിലിന്റെ അറ്റത്തുള്ള പാക്കിങ്സ് ഒക്കെ തുറന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അൺസ്ക്രൂ ചെയ്തതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം ആ കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഒരു സ്പ്രേയറിന്റെ കെയർ ആൻഡ് മെയിൻ്റനൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സോക്ക് ഓൾ വാഷേഴ്സ് ആൻഡ് പാക്കിംഗ് ഇൻ ഓയിൽ ഓർ വാട്ടർ ബിഫോർ യൂസ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് വാഷേഴ്സും പാക്കിങ്സും ഓയിലിലോ വാട്ടറിലോ സോക്ക് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അൺസ്ക്രൂ ആൻഡ് ക്ലീൻ ദ എൻഡ്സ് ഓഫ് നോസിൽസ് ബിഫോർ സ്റ്റാർട്ടിങ് ദ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് അത് അൺസ്ക്രൂ ചെയ്തിട്ട് നോസിലിന്റെ അറ്റങ്ങളൊക്കെ വൃത്തിയാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ പ്രീവിയസ് യൂസിലുള്ള എന്തെങ്കിലും സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആഫ്റ്റർ സ്പ്രേയിങ് ഓപ്പറേറ്റ് ദ സ്പ്രേയർ ഫോർ സം ടൈം വിത്ത് ക്ലീൻ വാട്ടർ. ഇനി ഡസ്റ്റർ. ഇപ്പം നമ്മൾ ഇത്ര നേരം കണ്ടത് സ്പ്രേയറുകളുടെ പ്രവർത്തനമാണ്. സ്പ്രേയറുകളുടെ പലതരം ക്ലാസിഫിക്കേഷൻസും ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഡസ്റ്ററാണ്. ഡസ്റ്റർ നേരത്തെ നമ്മൾ പറഞ്ഞു സ്പ്രേയർ ഇസ് എ മെഷീൻ ടു അപ്ലൈ ലിക്വിഡ് ഇൻ ദ ഫോം ഓഫ് ഫൈൻ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അതേപോലെ തന്നെ ഡസ്റ്റർ ഇസ് എ മെഷീൻ ടു അപ്ലൈ പെസ്റ്റിസൈഡ്സ് ഇൻ ദ ഫോം ഓഫ് ഡസ്റ്റ് ഓർ പൗഡർ. സ്പ്രേയർ ദ്രാവക രൂപത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡസ്റ്റർ പൊടി രൂപത്തിലാണ് പെസ്റ്റിസൈഡ്സിനെ അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഡസ്റ്റർ. ഡസ്റ്റർ ഈസ് എ മെഷീൻ ടു അപ്ലൈ പെസ്റ്റിസൈഡ്സ് ഇൻ ദ ഫോം ഓഫ് ഡസ്റ്റ് ഓർ പൗഡർ. ഈ പൗഡറിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എയർ സ്ട്രീം ഉപയോഗിക്കണം. അപ്പൊ എയർ സ്ട്രീമിൽ കൂടിയാണ് ഈ പൗഡർ അല്ലെങ്കിൽ ഡസ്റ്റ് നമ്മൾ അതിന്റെ ആ പൗഡർ ഫോമിലുള്ളതിനെ ഈ എയർ സ്ട്രീം ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്.
അതിൻ്റെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇളക്കി കൊടുക്കാനായിട്ടൊരു അജിറ്റേറ്റർ ഉണ്ടായിരിക്കണം. നമുക്ക് പാർട്സ് ഓഫ് ഡസ്റ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്സ് ഓഫ് ഡസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പൗഡർ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ക്യാരി ചെയ്യാനുള്ള ഒരു ഹോപ്പർ ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ട്രീം പ്രൊവൈഡ് ചെയ്യാനുള്ള ഫാൻ ഓർ ബ്ലോവർ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു അജിറ്റേറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ ഒരു ഡെലിവറി നോസിൽ, ആ നോസിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഈ ഇത് ഡസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ എയർ സ്ട്രീമിൽ കൂടെ ക്യാരി ചെയ്ത് പോകുന്ന ഡസ്റ്റ് ആ ഡെലിവറി നോസിലിൽ കൂടെ ചെന്ന് പ്ലാന്റ്സിൽ ചെന്ന് വീഴാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഡസ്റ്റർ. ഇനി ഡസ്റ്ററും പലതരമുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഡസ്റ്റേഴ്സ്: പ്ലഞ്ചർ ടൈപ്പ്, നാപ്സാക്ക് ടൈപ്പ്, റോട്ടറി ടൈപ്പ്, പവർ ഓപ്പറേറ്റഡ് ഡസ്റ്റർ. Plunger type duster. A small piston drives the current of air over the dust in the hopper. Dust is carried away through the delivery spout, suitable for home gardens. ഇത് വീടുകളിലെല്ലാം സ്ഥിരം ഉപയോഗിക്കുന്നതാണ് അല്ലേ, കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതാണ് പ്ലഞ്ചർ ടൈപ്പ് ഡസ്റ്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തത് നാപ്സാക്ക് ടൈപ്പ് ഡസ്റ്റർ. Powder container is carried on the back of the operator. Lever operated leather bellows produce air current through the hopper. This air current picks up the dust. These type dusters can be easily carried in the field. Rotary duster ആണ്. It is a duster with hand operated rotor in front of the operator. Dust is fed from a hopper into a current of air produced by a rotary fan and is blown out through a delivery pipe. A valve below the hopper regulates the delivery rate. അടുത്തത് പവർ ഓപ്പറേറ്റഡ് ഡസ്റ്റർ ആണ്. എ പവർ ഡ്രിവൺ ഫാൻ, എ ഹോപ്പർ ആൻഡ് എ ഡെലിവറി സ്പൗട്ട് ആർ ദ മെയിൻ പാർട്സ്. The fan creates strong airflow which blows off the dust from the hopper to a considerable distance, either vertically or horizontally. The direction of dust is regulated by the delivery spout. അപ്പം നമ്മൾ 4 തരം ഡസ്റ്ററുകളാണ് കണ്ടത്. ആദ്യം പറഞ്ഞത് പ്ലഞ്ചർ ടൈപ്പാണ്. അതാണ് വീടുകളിൽ ഉപയോഗിക്കണം. നമ്മൾ മുട്ടയ്ക്കൊക്കെ മരുന്നടിക്കണം എന്ന് പറയുന്നത് അല്ലേ, അത് വെറുതെ ഒരു പിസ്റ്റൺ പമ്പാണ്. നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ്. അത് റോട്ടറി പമ്പ്. അതൊരു ക്രാങ്ക് തിരിച്ചു കൊടുത്താൽ മതി. അതിനുള്ളിൽ പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് അത് ഡസ്റ്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിരിക്കും. പിന്നെ നാപ്സാക്ക് ഡസ്റ്റർ ഉണ്ട്. നാപ്സാക്ക് ഡസ്റ്റർ ആകുമ്പോൾ പോർട്ടബിൾ ആണ്. നമുക്ക് പുറത്ത് കൂടെ തൂക്കിയിട്ടിട്ട് ഉപയോഗിക്കാം. അതിലൊരു ഒരു ലെതർ ബെല്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ നാപ്സാക്ക് സ്പ്രേയർ പുറത്ത് തൂക്കിയിടുമ്പോൾ ഒരു ലിവർ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് ആ എയർ ഫ്ലോയിൽ നമ്മുടെ ഡസ്റ്റ് പ്ലാന്റ്സിലേക്ക് ഡെലിവറി സ്പൗട്ടിൽ കൂടെ എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ പവർ ഓപ്പറേറ്റഡിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടുള്ളോ നമുക്ക് ആ ഡസ്റ്റ് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും, ഡസ്റ്റിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഡെലിവറി സ്പൗട്ട് ഉപയോഗിക്കാം. അത് കുറച്ചും കൂടെ നമ്മൾ പവറിന് വേണ്ടിയിട്ട് ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൊരു പവർ ഡ്രിവൺ ഫാനാണ്. ഒന്നുമില്ല ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ എൻജിൻ ഉപയോഗിച്ചിട്ടുള്ള പവർ ഡ്രിവൺ ഫാൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ കുറച്ചും കൂടെ പ്രഷറൈസ്ഡ് ആയിട്ട് നമുക്കത് കിട്ടും. കുറേ ലാർജ് ഏരിയ കവർ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. ഇനി കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡസ്റ്റേഴ്സ് ആണ്. കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡസ്റ്റേഴ്സിൽ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പൊടി രൂപത്തിലുള്ളതായതുകൊണ്ട് ഇതിലേക്ക് ഫോറിൻ പാർട്ടിക്കിൾസ്, പേപ്പർ പീസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഹോപ്പറിൻ്റെ ഉള്ളിൽ പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ക്ലോഗിങ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് ഡസ്റ്റിങ് നടക്കില്ല. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാറ്റിൽ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം എപ്പോഴും പ്രിഫർ ചെയ്യണം. അത് സ്പ്രേയിങ്ങിലായാലും ഡസ്റ്റിങ്ങിലായാലും ആണ്. അധികം കാറ്റില്ലാത്ത സമയത്ത് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലീൻ ദ ഡസ്റ്റർ തറലി വിത്ത് എ ബ്രഷ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്. നനച്ച് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ബ്രഷ് ഉപയോഗിച്ചിട്ട് ഡസ്റ്റർ അത് തറവായിട്ട് ക്ലീൻ ചെയ്യണം ബിഫോർ യൂസ് ആൻഡ് ആഫ്റ്റർ യൂസ്. ഹോപ്പർ ഷുഡ് ബി ഫിൽഡ് അപ്പ് ടു ഹാഫ് ഇറ്റ്സ് കപ്പാസിറ്റി. ക്ലോസ് ദ ലിഡ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൂടി അടച്ചു വെച്ചിരിക്കണം. അതുപോലെ പകുതിയോളം ഹോപ്പറിന്റെ പകുതിയോളം മാത്രമേ നമ്മൾ ഡസ്റ്റ് ഏത് പെസ്റ്റിസൈഡാ ഫംഗിസൈഡാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് പകുതിയോളം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. മൂടി അടച്ചു വെച്ചിരിക്കണം. ബ്ലോ ഔട്ട് ഡസ്റ്റ് ഫ്രം സക്ഷൻ പൈപ്പ്, ഫാൻ ബോക്സ് ആൻഡ് ഹോപ്പർ
ആഫ്റ്റർ യൂസ്. അപ്പം യൂസിന് ശേഷം അത് നമ്മൾ ഒന്നുമില്ല ഒരു സൈക്കിൾ പമ്പെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൽ എയർ അടിച്ച് കളഞ്ഞിട്ട് എയർ ഉപയോഗിച്ചിട്ട് സക്ഷൻ പൈപ്പും ഫാൻ ബോക്സും ഹോപ്പറും ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം ആഫ്റ്റർ യൂസിന് ശേഷം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ അത് ക്ലോഗ് ചെയ്യാനും പിന്നെ നമുക്കത് പ്രവർത്തിക്കാതാവാനും ഇടയുണ്ട്. അപ്പോൾ ഓരോ യൂസിന് ശേഷം അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിലുള്ള പൊടികളൊക്കെ ഏതെങ്കിലും ഡസ്റ്റിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വെക്കണം. ഒരിക്കലും നനച്ചിട്ടല്ല, എയർ ഫ്ലോ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഓയിൽ ദ അജിറ്റേറ്റർ ഷാഫ്റ്റ് വൈൽ ക്രാങ്കിങ്. ഹാൻഡ് ക്രാങ്കിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ എയർ സ്ട്രീം ഉണ്ടാക്കുകയാണെങ്കിൽ ആ അജിറ്റേറ്ററിൻ്റെ ഷാഫ്റ്റ് ഒന്ന് എണ്ണയിട്ട് കൊടുക്കണം. പിന്നെ ചെക്ക് ഫോർ ബ്ലോക്കേജ് ഇൻ ദ ഹോപ്പർ ഡ്യൂ ടു പേപ്പർ പീസസ് ഓർ അതർ മെറ്റീരിയൽസ്. വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് കുടുങ്ങിയിട്ട് ഹോപ്പറിൽ ബ്ലോക്കിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇത്രയാണ് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡസ്റ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആണ് ഈ സെഷനിൽ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് സീഡ് ബെഡ് പ്രിപ്പറേഷൻ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ സീഡിങ് നടത്തി. പിന്നെ വളർന്നു വരുന്ന പ്ലാന്റ്സിനെ ഡിസീസസും പെസ്റ്റും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രേയേഴ്സും ഡസ്റ്റേഴ്സും ഏതാണെന്നാണ് ഈ സെഷനിൽ കണ്ടത്. എല്ലാവർക്കും ഒരു ചെറിയൊരു അവയർനെസ് കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.